ഏവർക്കും ആൽബിൻസ് മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൽ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡെറിവേറ്റീവ്സ് ഓഫ് ഫങ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോം. ഒരു ഫംഗ്ഷൻ പാരാമെട്രിക് ഫോമിലാണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടെത്താം? അപ്പോൾ എന്താണ് പാരാമെട്രിക് ഫോം എന്ന് അറിയണം. എ റിലേഷൻ expressed between two variables x and y in the form x equal to f of t, comma y equal to g of t is said to be in parametric form where t is the parameter. Where t is the parameter. ഇനി വേണമെങ്കിൽ x equal to function of t തന്നെ ആകണമെന്നില്ല, function of theta, and y equal to another function of theta. Then where theta is the parameter, ആ ഫോമിലും വരാം. സോ എക്സും വൈയും ഇൻ ടേംസ് ഓഫ് എ പാരാമീറ്ററിൽ ഡിഫൈൻ ചെയ്താൽ എങ്ങനെ നമുക്ക് dy by dx കാണാം, ഡെറിവേറ്റീവ് കാണാം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്. When x equal to f of t and y equal to g of t, then dy by dx equal to ചെയിൻ റൂൾ യൂസ് ചെയ്താണ് ഈ ഫോർമുലയിലേക്ക് എത്തുന്നത്. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഫോർമുല പറയുന്നു. dy by dx equal to dy by dt divided by dx by dt. സിമ്പിൾ ഫോർമുല, ഇമ്പോർട്ടന്റ് ഫോർമുല. എന്താണ് dy by dx? dy by dt divided by dx by dt. ഒരു കണ്ടീഷൻ ഉണ്ട്. വേർ എന്താണ് ഡിനോമിനേറ്റർ? dx by dt not equal to 0. വേണമെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് വേറൊരു ഭാഷയിൽ പറയാം. dy by dx equal to dy by dt എന്ന് പറഞ്ഞാൽ g of t യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t. അതിന് നമുക്ക് എന്തെഴുതാം? g dash t എന്ന് സിമ്പിൾ ആയിട്ട് എഴുതിക്കൂടെ? ഡിവൈഡഡ് ബൈ dx by dt എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡെറിവേറ്റീവ് f of t യുടെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് എന്താണ്? f dash t എന്ന് പറയാം. ഇങ്ങനെയും ഫോർമുല നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഫോർമുലയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. If the function is of the form x equal to f of theta, comma y equal to g of theta, then what is dy by dx? Then dy by dx equal to dy by d theta divided by dx by d theta. t ആണെങ്കിൽ എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു t ക്ക് ചെയ്യുക. തീറ്റ ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എന്ത് ചെയ്യുക? തീറ്റ ചെയ്യുക. ദാറ്റ്സ് ഓൾ. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. If x equal to at square, comma y equal to 2at, then find dy by dx. Question കാണുമ്പോൾ തന്നെ അറിയാം പാരാമെട്രിക് ഫോമിലാണ്. Here t is the parameter. We have to find dy by dx. For that, first of all we have to find dx by dt. X equal to at square. We have to differentiate this function with respect to t. അപ്പൊ എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു dx by dt ഈക്വൽ ടു എന്താണ്? a t സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്. a കോൺസ്റ്റന്റ് മാറ്റി വെക്കുക. t സ്ക്വയർ, t ആണ് വേരിയബിൾ അവിടെ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു t സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്, x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ t സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2t. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് dy by dt ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു t. 2a കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. t യുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 1 വിത്ത് റെസ്പെക്ട് ടു t. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോ പ്രോബ്ലം. നൗ dy by dx ഈക്വൽ ടു എന്താണ് ഫോർമുല? dy by dt ഡിവൈഡഡ് ബൈ dx by dt. നിർബന്ധമായിട്ടും ഫോർമുല എഴുതണം. ഈക്വൽ ടു വാട്ട് ഈസ് dy by dt? 2a ഡിവൈഡഡ് ബൈ dx by dt 2at. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 by t, which is the answer. താല്പര്യമുള്ളവർക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം കൂടെ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ x ഈക്വൽ ടു എന്തായിരുന്നു? at സ്ക്വയർ, y ഈക്വൽ ടു 2at. അത് ഏത് ഫംഗ്ഷന്റെ പാരാമെട്രിക് ഫോം എന്നറിയാമോ? പരാബോള. y സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറയുന്ന പരാബോളയുടെ പാരാമെട്രിക് ഫോം ആണ് നമ്മൾ നേരത്തെ ചെയ്തത്. വെറുതെ പറഞ്ഞു എന്ന് മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. x ഈക്വൽ ടു ct, y ഈക്വൽ ടു c by t. ഫൈൻഡ് dy by dx. ഇത് റെക്ടാങ്കുലർ ഹൈപ്പർബോള x y ഈക്വൽ ടു c സ്ക്വയർ എന്ന് പറയുന്ന കർവിന്റെ ഫംഗ്ഷന്റെ പാരാമെട്രിക് ഫോം ആണ്. വെറുതെ പറയുന്നു എന്ന് മാത്രം, പ്രശ്നം ഉണ്ടാക്കണ്ട. സോ ഹിയർ x ഈക്വൽ ടു ct, y ഈക്വൽ ടു എന്താണ്? c by t. We have to find dy by dx again in parametric form. First of all we have to find dx by dt. ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t. c കോൺസ്റ്റന്റ്, t യുടെ ഡെറിവേറ്റീവ് എന്താണ്? 1. c into 1 c. അത്ര എഴുതിയാൽ മതി. into 1 എന്ന് എഴുതേണ്ട ആവശ്യമൊന്നും ഇല്ല. നെക്സ്റ്റ് dy by dt ഇവന്റെ ഡെറിവേറ്റീവ് c by t. c കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. then ബാക്കി എന്താ ഉള്ളത്? 1 by t. what is the derivative of 1 by x? minus 1 by x square. ഫോർമുല അറിയണം. c
സോ 1/t ഡെറിവേറ്റീവ് എന്ത് വരും? -1/t². That is equal to - c by എന്താണ്? t² എന്ന് കിട്ടും. We have to find dy by dx. What is the formula? dy by dt by dx by dt. dy by dt കിട്ടി -c by t² divided by means denominator തന്നെ എന്താണ്? dx by dt. dx by dt എന്താണ്? c. is equal to c cancel ചെയ്താൽ -1/t² എന്ന് കിട്ടും. So which is the answer? Next question. X equal to sin t, y equal to cos 2t. Find dy by dx. Simple. First of all, we have to find dx by dt. Sin t derivative, cos t. Next, dy by dt. Even the derivative with respect to t. Cos ഇത് t എന്ന് വിചാരിക്കുക. cos t ഡെറിവേറ്റീവ് -sin t. t യുടെ പ്ലേസിൽ എന്താണ്? 2t. ഇൻടു നമ്മൾ എന്താണോ t എന്ന് അസ്യൂം ചെയ്തത് അതിന്റെ ഡെറിവേറ്റീവ് 2t യുടെ ഡെറിവേറ്റീവ് 2. നമ്മൾ സാധാരണ എക്സിന് ചെയ്യുന്നത് പോലെ ഇവിടെ ടി ചെയ്യുന്നു. സാധാരണ നമുക്ക് വളരെ കൺവീനിയന്റ് ആയിട്ട് dy by dx വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം അല്ലെ. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി അതേ പ്രൊസീജിയർ തന്നെയാണ്, നോ പ്രോബ്ലം. ഓക്കെ, cos 2x നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അതുപോലെ cos 2t ചെയ്യുക. equal to dy by dx equal to എന്താണ് ഫോർമുല? dy by dt by dx by dt. നിങ്ങൾക്കറിയാം dy by dt -2 sin 2t divided by dx by dt, that is cos t. വേണമെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. -2 into what is sin 2x? 2 sin x cos x. ട്രിഗണോമെട്രി ഫോർമുല. അപ്പോൾ sin 2t എങ്ങനെ എഴുതാം? 2 sin t cos t എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ എന്തുണ്ട്? cos t. cos t ക്യാൻസൽ ചെയ്താൽ -4 sin t എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. x equal to a cos theta, y equal to a sin theta. Then find dy by dx. Here theta is the parameter. ഇതെന്തിന്റെയാണെന്ന് അറിയാമോ? സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. x² + y² = a² എന്ന് പറയുന്ന സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. വെറുതെ പറയുന്നു എന്ന് മാത്രം, താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം. ഓക്കെ, സോ നമ്മുടെ വിഷയം അതല്ല. We have to find dy by dx. For that, first of all, we have to find dx by d theta. ഇവിടെ പാരാമീറ്റർ തീറ്റ ആയതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു തീറ്റയ്ക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ dx by d theta equal to ഇവന്റെ ഡെറിവേറ്റീവ് a കോൺസ്റ്റന്റ് മാറ്റി വെച്ചു, cos theta ഡെറിവേറ്റീവ് -sin theta. That's all. Next, we have to find dy by d theta. ഇവന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു theta. dy by d theta equal to a constant, sin theta ഡെറിവേറ്റീവ് cos theta. Now dy by dx equal to formula എങ്ങനെ മാറും? dy by d theta by dx by d theta equal to dy by d theta a cos theta divided by dx by d theta, that is -a sin theta. a cancel ചെയ്തു പോയി. cos theta by sin theta cot theta equal to മൈനസ് കൂടെ വരുമ്പോൾ -cot theta എന്ന് കിട്ടും. സിമിലർലി ഇതെന്തായിരുന്നു? സർക്കിളിന്റെ പാരാമെട്രിക് ഫോം. എങ്കിൽ എലിപ്സിന്റെ പാരാമെട്രിക് ഫോം എന്തായിരിക്കും? x equal to a cos theta, y equal to b sin theta. അപ്പോഴാണ് എന്ത് കിട്ടുന്നത്? x² by a² plus y² by b² equal to 1 എന്ന എലിപ്സ്. ഓക്കെ, വെറുതെ പറഞ്ഞു എന്ന് മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നിർബന്ധമായിട്ടും എഴുതി പഠിക്കുക. x equal to a into theta plus sin theta, y equal to a into 1 minus cos theta. Find dy by dx. Again, parameter theta ആണ്. So we have to find first of all dx by d theta. a into this one, a constant മാറ്റി വെച്ചു. നെക്സ്റ്റ് ഈ ബ്രാക്കറ്റിനകത്തിരിക്കുന്നതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു theta. തീറ്റയുടെ ഡെറിവേറ്റീവ് 1 പ്ലസ് sin തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ്? cos theta. കഴിഞ്ഞു. Next we have to find dy by d theta. ഇവന്റെ ഡെറിവേറ്റീവ് a into 1 minus cos theta. a constant മാറ്റി വെച്ചു. 1 minus cos theta ഇതിന്റെ ഡെറിവേറ്റീവ് കാണണം. 1 ന്റെ ഡെറിവേറ്റീവ് 0 വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആണ്. അപ്പോൾ 1 കോൺസ്റ്റന്റ് മൈനസ് cos തീറ്റയുടെ ഡെറിവേറ്റീവ് -sin theta. മൈനസും പ്ലസ് sin theta ഈക്വൽ ടു എന്ത് കിട്ടും? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ a sin theta എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് we have to find എന്താണ്? dy by dx which is equal to dy by d theta by dx by d theta equal to എന്താണ്? dy by d theta a sin theta divided by എന്താണ്? dx by d theta a into 1 plus cos theta. a cancel ചെയ്തു പോയി. വേണമെങ്കിൽ ഇവിടെ വെച്ച് ആൻസർ ആയി dy by dx equal to sin theta by 1 plus cos theta. പക്ഷേ
ഇതിൽ ഒത്തിരി സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആണ്. ട്രിഗണോമെട്രി പഠിച്ച നമുക്ക് എന്താണ് സൈൻ തീറ്റയുടെ ഫോർമുല? ഹാഫ് ആംഗിൾ ഫോർമുല അറിയണം. 2 sin theta by 2 into cos theta by 2. എന്താണ്? sin theta equal to trigonometry formula 2 sin theta by 2 cos theta by 2. Then what is 1 plus cos theta? Again half angle formula 2 cos square theta by 2. 1 minus cos theta ആണെങ്കിൽ 2 sin square theta by 2 അറിയണം. Again 2 cancel ചെയ്തു. ഒരു cos theta by 2 ഒരു cos theta by 2 cancel ചെയ്തു പോയി. sin theta by 2 by cos theta by 2 that is tan theta by 2. ഇത് തന്നെ ആൻസർ എഴുതുക. പലപ്പോഴും ഷോ ദാറ്റ് dy by dx equal to tan theta by 2 എന്ന് ചോദിച്ചാൽ ഇതുവരെ എത്തിച്ചേ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഈ സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സാമിനേഷൻ ഉറപ്പായിട്ട് ചോദിക്കും, യാതൊരു തർക്കവുമില്ല. ഓക്കെ, എഴുതിക്കോളൂ. ഇഫ് x equal to a cos cube theta, y equal to a sin cube theta, then find dy by dx. Again parametric form നമുക്കറിയാം. First of all we have to find dx by d theta. ഇവന്റെ ഡെറിവേറ്റീവ് a cos cube theta, a കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. cos cube theta ഡെറിവേറ്റീവ് നമുക്കറിയാം. cos cube theta എന്ന് പറഞ്ഞാൽ cos theta the whole cube എന്ന് എഴുതിക്കൂടെ? എഴുതാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഡെറിവേറ്റീവ് കാണും? ഇത് എന്തെന്ന് വിചാരിക്കുക? x ക്യൂബ്. x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3 into x സ്ക്വയർ. x എന്ന് വിചാരിച്ചത് cos theta, അവന്റെ സ്ക്വയർ, ഇൻറ്റു നമ്മൾ എന്താണോ x എന്ന് അസ്യൂം ചെയ്ത് അതിന്റെ ഡെറിവേറ്റീവ്, x എന്ന് അസ്യൂം ചെയ്ത് cos theta, cos theta യുടെ ഡെറിവേറ്റീവ് മൈനസ് sin theta. പറഞ്ഞ പിടിയിട്ടായിരുന്നു. വി ഹാവ് ടു ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് a cos cube theta. a കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. cos cube theta യുടെ ഡെറിവേറ്റീവ് കാണണം. അത് വളരെ സിമ്പിൾ ആണ്. അത് ഇങ്ങനെയൊക്കെ എടുത്താൽ മതി. cos theta x എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് കിട്ടി? x ക്യൂബ്. x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3 into x സ്ക്വയർ. എന്താണോ x എന്ന് വിചാരിച്ചത് അതിന്റെ സ്ക്വയർ. x എന്ന് അസ്യൂം ചെയ്തത് പട്ടത്തി കിടക്കുന്നു, ഓർക്കുക, cos theta അതിന്റെ സ്ക്വയർ cos square theta ഇൻറ്റു പട്ടത്തി കിടക്കുന്നതിന്റെ ഡെറിവേറ്റീവ് cos theta യുടെ ഡെറിവേറ്റീവ് മൈനസ് sin theta. ഇങ്ങനെയും ചിന്തിക്കാം, എങ്ങനെയെങ്കിലും ചിന്തിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് dy by d theta. a sin cube theta യുടെ ഡെറിവേറ്റീവ് a കോൺസ്റ്റന്റ്, sin cube theta യുടെ ഡെറിവേറ്റീവ് സെയിം പ്രൊസീജിയർ, sin theta x എന്ന് വിചാരിക്കുക, x ക്യൂബ്. എന്താണ് ഡെറിവേറ്റീവ്? 3 into x സ്ക്വയർ. x എന്ന് വിചാരിച്ച sin theta അവന്റെ സ്ക്വയർ ഇൻറ്റു നമ്മൾ x എന്ന് അസ്യൂം ചെയ്തതിന്റെ ഡെറിവേറ്റീവ് sin theta യുടെ ഡെറിവേറ്റീവ് cos theta. കഴിഞ്ഞു. Now dy by dx equal to നിങ്ങൾക്കറിയാം, അറിയണം. dy by d theta by dx by d theta. What is dy by d theta? 3a sin square theta into cos theta divided by dx by d theta. ഈ മൈനസ് ആദ്യം എഴുതുന്നു. മൈനസ് 3a cos square theta into sin theta. 3a ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുണ്ട്? cos thetaയും ഈ ഒരു cos thetaയും ക്യാൻസൽ ചെയ്യാം. അതേപോലെ ഈ sin thetaയും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുണ്ട് നോക്കുക. ഇവിടെ ഒരു sin theta, താഴെ ഒരു cos theta. സോ ഈ മൈനസ് ഇവിടെ ചേർത്ത് മൈനസ് ക്യാൻസൽ ചെയ്തത് പ്രശ്നമല്ലല്ലോ. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഒരു sin theta by cos theta ആണ് ബാലൻസ് വരുന്നത്. sin theta by cos theta എങ്ങനെ എഴുതാം? tan theta. സോ dy by dx equal to മൈനസ് tan theta. ഇവ ഏത് കർവാണെന്ന് അറിയാമോ? ഇത് ഏതിന്റെ പാരാമെട്രിക് ഫോം അറിയാമോ? അറിയണം. x raised to 2 by 3 plus y raised to 2 by 3 equal to a raised to 2 by 3 എന്ന ഫംഗ്ഷന്റെ പാരാമെട്രിക് ഫോം ആണ് ഈ തന്നിരിക്കുന്നത്. ഈ ഫംഗ്ഷന്റെ പേര് കണ്ടെത്താമോ? ചിന്തിക്കൂ. പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതൂ. Question, another important question. എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. If x equal to a into cos theta plus theta sin theta, comma y equal to a into sin theta minus theta cos theta, then find dy by dx. Again, parametric form, theta ആണ് parameter. First of all, we have to find dx by d theta. x ന്റെ derivative with respect to theta എഴുതി. So we have to differentiate this function with respect to theta. ഈ ടേമിന്റെ ഡെറിവേറ്റീവ് കാണണം വിത്ത് റെസ്പെക്ട് ടു തീറ്റ. എ കോൺസ്റ്റന്റ് മാറ്റി വെച്ചു, ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഓരോ ടേമിന്റെ ഡെറിവേറ്റീവ് കാണുക. cos തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് sin തീറ്റ പ്ലസ് നെക്സ്റ്റ് വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ദിസ് ടേം theta into sin theta into product rule. We have to apply product rule. പല കുട്ടികളും തെറ്റിക്കും. x into sin x നമ്മൾ product rule അപ്ലൈ ചെയ്തില്ലേ, അതുപോലെ theta into sin theta. ഇവിടെ x ന് പകരം വേരിയബിൾ എന്താണ്? theta. അത്രയേ ഉള്ളൂ. സോ product rule ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ, theta അതുപോലെ. രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് sin theta യുടെ ഡെറിവേറ്റീവ് cos theta പ്ലസ്
സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ സൈൻ തീറ്റ അതുപോലെ ഇൻറ്റു ആദ്യത്തെ ഡെറിവേറ്റീവ് തീറ്റയുടെ ഡെറിവേറ്റീവ് 1 എക്സിന്റെ ഡെറിവേറ്റീവ് 1 അതുപോലെ അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നോക്കി നോക്കി ഇത് മൈനസ് സൈൻ തീറ്റ ഇത് പ്ലസ് സൈൻ തീറ്റ രണ്ട് ക്യാൻസൽ ചെയ്ത് പോയില്ലേ ഈക്വൽ ടു എന്ത് കിട്ടി ഇവിടെ എ ഉണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ തീറ്റ കോസ് തീറ്റ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി dx by d theta വെരി സിമ്പിൾ. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് dy by d theta. y യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ എഴുതി റൈറ്റ് ഹാൻഡ് സൈഡിന്റെ ഡെറിവേറ്റീവ് കാണണം. എ കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് നേരത്തെ ചെയ്തതുപോലെ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ മൈനസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ. അഗൈൻ വി ഹാവ് ടു അപ്ലൈ പ്രോഡക്റ്റ് റൂൾ. എന്താണ് പ്രോഡക്റ്റ് റൂൾ? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ ബ്രാക്കറ്റ് കൊടുക്കുക, കാരണം ഒന്നിൽ കൂടുതൽ ടേം വരും. ഇത് മൈനസ് ആണ്, അതുകൊണ്ട് നിർബന്ധമായിട്ടും ബ്രാക്കറ്റ് കൊടുക്കണം. അപ്പൊ പറഞ്ഞോ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ഫസ്റ്റ് ഫംഗ്ഷൻ തീറ്റ അതുപോലെ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ പ്ലസ് പ്രോഡക്റ്റ് റൂൾ. സെക്കൻഡ് ഫംഗ്ഷൻ കോസ് തീറ്റ അതുപോലെ ഇൻറ്റു തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ് 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഞാൻ ചെയ്തത് എന്താണെന്ന് പിടികിട്ടിയായിരുന്നോ? ഇവന്റെ ഡെറിവേറ്റീവ് കാണണം. എ കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ മൈനസ് then we have to differentiate this term theta into cos theta. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ബ്രാക്കറ്റ് കൊടുത്തു. ഫസ്റ്റ് ഫംഗ്ഷൻ തീറ്റ അതുപോലെ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ പ്ലസ് സെക്കൻഡ് ടൈം കോസ് തീറ്റ അതുപോലെ തീറ്റയുടെ ഡെറിവേറ്റീവ് 1. ഇനി നേരത്തെ പറഞ്ഞതുപോലെ നോക്കി നോക്കുക, ഈ മൈനസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് പ്ലസ് കോസ് തീറ്റ, ഇവിടെ എന്ത് വരും മൈനസ് കോസ് തീറ്റ, ക്യാൻസൽ ചെയ്തു പോകും. പിന്നെ എന്താണ് ഈ മൈനസ് മൈനസ് ഇവിടെ എന്തുണ്ട് പ്ലസ് തീറ്റ സൈൻ തീറ്റ, ഇവിടെ എന്തുണ്ട് എ, ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് എ തീറ്റ സൈൻ തീറ്റ എന്ന് കിട്ടും. ശരിയാണോ? എന്താണ് എ തീറ്റ മൈനസ് മൈനസ് പ്ലസ്, അപ്പൊ എ തീറ്റ സൈൻ തീറ്റ എന്ന് കിട്ടും. ശരിയല്ലേ? സോ dy by dx equal to dy by d theta by dx by d theta equal to dy by d theta a theta sin theta divided by dx by d theta a theta cos theta. എന്ത് സിമ്പിൾ, a theta ക്യാൻസൽ ചെയ്തു പോയി. sin theta by cos theta tan theta, which is the answer. Next question, x equal to a into cos theta plus log tan theta by 2 comma y equal to a sin theta, then find dy by dx. Again first of all we have to find dx by d theta. ഇവന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. എ കോൺസ്റ്റന്റ് മാറ്റി വെച്ചു, ബ്രാക്കറ്റിനകത്തുള്ളത് ഓരോ ടേം ബൈ ടേം ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ പ്ലസ് ലോഗ് ടാൻ തീറ്റ ബൈ 2ന്റെ ഡെറിവേറ്റീവ്. ലോഗ് ഈ ടാൻ തീറ്റ ബൈ 2നെ എക്സ് എന്ന് വിചാരിക്കുക. സോ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ്. എക്സിന്റെ പ്ലേസിൽ എന്താണ് ടാൻ തീറ്റ ബൈ 2 ഇൻറ്റു നമ്മൾ എന്താണോ എക്സ് എന്ന് അസ്യൂം ചെയ്തത് അതിന്റെ ഡെറിവേറ്റീവ് ടാൻ തീറ്റ ബൈ 2ന്റെ ഡെറിവേറ്റീവ്. ടാൻ വീണ്ടും ഈ തീറ്റ ബൈ 2നെ എക്സ് എന്ന് വിചാരിക്കുക. അപ്പൊ ടാൻ തീറ്റയുടെ ഡെറിവേറ്റീവ് സീക് സ്ക്വയർ തീറ്റ. ഇപ്പൊ തീറ്റ എന്ന് വിചാരിച്ചതാണ് തീറ്റ ബൈ 2 ഇൻറ്റു അവസാന വട്ടത്തിലിട്ടത് തീറ്റ ബൈ 2 അവന്റെ ഡെറിവേറ്റീവ്. തീറ്റ ബൈ 2ന്റെ ഡെറിവേറ്റീവ് എന്താണ് 1 ബൈ 2. എന്തുകൊണ്ട് 1 ബൈ 2 മാറ്റി വയ്ക്കുക, തീറ്റയുടെ ഡെറിവേറ്റീവ് 1 അല്ലേ. സോ 1 into 1 by 2 1 by 2 അങ്ങനെയാണ് കിട്ടുന്നത്. മനസ്സിലായോ? ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന ആശയമാണ് അവിടെ അപ്ലൈ ചെയ്തത്. ഒരിക്കൽ കൂടെ പറയാം. കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ, വെരി സിമ്പിൾ. നെക്സ്റ്റ് ലോഗ് ഇത് എക്സ് എന്ന് അസ്യൂം ചെയ്യാം മൊത്തത്തിൽ. സോ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 by x. എക്സ് എന്ന് അസ്യൂം ചെയ്തത് അവിടെ ടാൻ തീറ്റ ബൈ 2 അത് അതുപോലെ എഴുതി. ഇൻറ്റു ഇനി ഇവന്റെ ഡെറിവേറ്റീവ്. അപ്പൊ ടാൻ ഇത് എക്സ് എന്ന് വിചാരിക്കുക. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സി സ്ക്വയർ എക്സ്. അപ്പോൾ എക്സ് എന്ന് വിചാരിച്ച തീറ്റ ബൈ 2 അത് എഴുതി അതുപോലെ. ഇൻറ്റു അവസാനം എക്സ് എന്ന് അസ്യൂം ചെയ്തത് തീറ്റ ബൈ 2 അവന്റെ ഡെറിവേറ്റീവ് തീറ്റയുടെ ഡെറിവേറ്റീവ് 1. സോ 1 by 2 അല്ലെങ്കിൽ 1 by 2 മാറ്റി വയ്ക്കുക. തീറ്റയുടെ ഡെറിവേറ്റീവ് 1 1 into 1 by 2 1 by 2 അതാണ് എഴുതിയത്. ചെറിയൊരു സിംപ്ലിഫിക്കേഷൻ ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ പ്ലസ് 1 by tan theta by 2 അല്ലേ. അതെന്ന് പറഞ്ഞാൽ cot theta by 2. അതായത് ഇതിനെ cos theta by 2 by sin theta by 2 എന്ന് എഴുതിക്കൂടെ അല്ലെ. 1 by tan cot എന്ന് പറഞ്ഞാൽ നമ്മൾ cos by sin ഇൻറ്റു ഇത് sec സ്ക്വയർ. അതിനെ ഞാൻ എങ്ങനെ എഴുതുന്നു 1 by cos സ്ക്വയർ theta by 2. ഇനി അവസാനം എന്തുണ്ട് ഇവിടെ ഒരു 1 by 2 അത് അതുപോലെ എഴുതി. ഒരു cos theta by 2 ഇവിടത്തെ ഒരു cos theta by 2 ക്യാൻസൽ ചെയ്തു, which is equal to എന്ത് കിട്ടും a into minus sin theta plus a into minus sin theta plus അവിടെ ഇരിക്കുന്നത് എന്താണ് 1 by ന്യൂമറേറ്ററിൽ 1 മാത്രമേ ഉള്ളൂ, ഡിനോമിനേറ്ററിൽ 2 sin theta by 2 cos theta by 2. എന്താണ്
2 sin theta by 2 cos theta by 2. ട്രിഗണോമെട്രി ഫോർമുലകൾ മനസ്സിലുണ്ടായിരിക്കണം. അറിയണം വെറും sin theta എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർമുല? 2 sin theta by 2 cos theta by 2 ഹാഫ് ആംഗിൾ ഫോർമുല പഠിച്ചു. അങ്ങനെയാണെങ്കിൽ 2 sin theta by 2 cos theta by 2 ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? sin theta. ഇവിടെ അതല്ലേ ഇരിക്കണേ, 2 sin theta by 2 cos theta by 2. അതിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? വെറും sin theta. Using this formula is equal to a into സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇതിനോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? ഇവിടെ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താണ്? സൈൻ തീറ്റ. തീർന്നില്ല. ഈക്വൽ ടു a into എന്താണ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ? നിങ്ങൾക്കറിയാം, വീണ്ടും ട്രിഗണോമെട്രി ഫോർമുല 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ബൈ താഴെ എന്താണ്? സൈൻ തീറ്റ. ഇത്രയും കഥയുണ്ട്. dx by d തീറ്റ ഈ ഒരു സിംപ്ലിഫിക്കേഷൻ ഒന്ന് എഴുതി പഠിക്കുക. തീർച്ചയായിട്ടും എഴുതി ഫലിപ്പിക്കാൻ സാധിക്കും. എനിക്ക് എന്ത് കിട്ടി? dx by d തീറ്റ. Now we have to find എന്താണ്? dy by dx equal to എന്താണ് ഫോർമുല? dy by d തീറ്റ by dx by d തീറ്റ. നമുക്ക് കാണാം equal to dy by d തീറ്റ. അത് ഞാൻ ഇവിടെ കണ്ടില്ല, ഒറ്റ സ്റ്റെപ്പ് ചെയ്യാം. y equal to a sin തീറ്റ. അപ്പൊ dy by d തീറ്റ എന്ത് വരും? a into sin തീറ്റയുടെ ഡെറിവേറ്റീവ് cos തീറ്റ. അതുകൊണ്ടാണ് അവിടെ എഴുതാത്ത, ഒറ്റ സ്റ്റെപ്പ് എഴുതാ പോരെ. ഡിവൈഡഡ് ബൈ dx by d തീറ്റ. dx by d തീറ്റ ആണ് ഈ കിട്ടിയത്. എന്താണ്? a cos സ്ക്വയർ തീറ്റ ബൈ sin തീറ്റ. ആ sin തീറ്റ എവിടെ പോകും? മേളിൽ പോകും. ഈക്വൽ ടു a ക്യാൻസൽ ചെയ്തു പോയി, ഒരു cos തീറ്റയും ഒരു cos തീറ്റയും ക്യാൻസൽ ചെയ്തു പോയി. അവസാനം എന്തുണ്ട്? sin തീറ്റ ബൈ cos തീറ്റ, ദാറ്റ് ഈസ് tan തീറ്റ. അവസാനം കിട്ടുന്ന ആൻസർ കാണാൻ വളരെ ഭംഗിയാണ്. പക്ഷെ ആ ഭംഗിയിലേക്ക് എത്തണമെങ്കിൽ ചെറിയ ഒരു പണി നടത്തണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ, പുതുമയാകുന്ന ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഇഫ് x ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് a റൈസ് ടു സൈൻ ഇൻവേഴ്സ് തീറ്റ, കോമ y ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് a റൈസ് ടു കോസ് ഇൻവേഴ്സ് തീറ്റ, then show that dy by dx ഈക്വൽ ടു മൈനസ് y by x. നമ്മൾ ഇതുവരെയുള്ള എല്ലാ പ്രോബ്ലത്തിലും എന്തായിരുന്നു? ഫൈൻഡ് dy by dx ആയിരുന്നു. ആ കിട്ടിയത് എന്തായിരുന്നു? ഇൻ ടേംസ് ഓഫ് പാരാമീറ്റർ. ടി ആണെങ്കിൽ ടി, തീറ്റ ആണെങ്കിൽ തീറ്റ. ഇൻ ടേംസ് ഓഫ് പാരാമീറ്ററിലാണ് കിട്ടിയത്. ഇവിടെ എന്ത് ചെയ്യുക? dy by dx കാണുക, അതിനെ വീണ്ടും എന്തിലോട്ട് കൺവെർട്ട് ചെയ്യണം? എക്സിലും വൈയിലോട്ടും കൺവെർട്ട് ചെയ്യുക. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? മൈനസ് y by x എന്ന് കിട്ടണം. ഇവിടെ ഈ പ്രോബ്ലം രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ പാരാമെട്രിക് ഫോർമുല ആയതുകൊണ്ട് പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ചെയ്ത് നമുക്ക് ചെയ്യാം. പക്ഷെ ആ മെത്തേഡിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം ഷോ ദാറ്റ് dy by dx equal to മൈനസ് y by x എന്നാണ്. അതുകൊണ്ട് ഞാൻ വ്യത്യസ്തമായ രീതിയിൽ ഈ പ്രോബ്ലം ചെയ്യുന്നു. ഇത് x, ഇത് y അല്ലെ? ഈ രണ്ട് ഇക്വേഷനും ലെഫ്റ്റ് ഹാൻഡ് സൈഡുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇവിടെ x, ഇതിലെന്താണ്? y ആണ്. മൾട്ടിപ്ലൈ എന്ത് കിട്ടും? xy ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. 1 ഉം 2 ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്തു, നെക്സ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡ്. എന്ത് കിട്ടും? റൂട്ട് ഓഫ് a റൈസ് ടു സൈൻ ഇൻവേഴ്സ് തീറ്റ ഇൻടു റൂട്ട് ഓഫ് a റൈസ് ടു കോസ് ഇൻവേഴ്സ് തീറ്റ ഈക്വൽ ടു, അല്ലെങ്കിൽ xy ഈക്വൽ ടു, നിങ്ങൾക്കറിയാം റൂട്ട് a ഇൻടു റൂട്ട് b ഈക്വൽ ടു റൂട്ട് ab എന്ന് എഴുതാം. സോ റൂട്ട് ഓഫ് റൂട്ട് എ ഇൻടു റൂട്ട് ബി എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് എ ബി. അപ്പൊ അകത്തിരിക്കുന്നത് a ഇൻ റൈസ് ടു സൈൻ ഇൻവേഴ്സ് തീറ്റ ഇൻടു എ റൈസ് ടു കോസ് ഇൻവേഴ്സ് തീറ്റ എന്ന് എഴുതാം. ശരിയല്ലേ? വീണ്ടും നിങ്ങൾക്കറിയാം എക്സ് റൈസ് ടു എം ഇൻടു എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എക്സ് റൈസ് ടു എം പ്ലസ് എൻ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എക്സ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും? എ റൈസ് ടു, പവേഴ്സ് ആഡ് ചെയ്യാം, സൈൻ ഇൻവേഴ്സ് തീറ്റ പ്ലസ് കോസ് ഇൻവേഴ്സ് തീറ്റ എന്ന് എഴുതിക്കൂടെ? എഴുതാം. വീണ്ടും നിങ്ങൾക്കറിയാം സൈൻ ഇൻവേഴ്സ് തീറ്റ പ്ലസ് കോസ് ഇൻവേഴ്സ് തീറ്റ is equal to എന്താണ്? ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ പഠിച്ച ഒരു പ്രോപ്പർട്ടി, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. സോ വിച്ച് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഇവിടെ തന്നെ എഴുതാം, എക്സ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് എ റൈസ് ടു എന്ത് വരും? സൈൻ ഇൻവേഴ്സ് തീറ്റ പ്ലസ് പൈ ബൈ 2 എന്ന് വരും. ശരിയല്ലേ? xy equal to a constant. ഇത് കോൺസ്റ്റന്റ് മാത്രമല്ലേ? സോ വിച്ച് ഈസ് ക്ലിയർലി എ കോൺസ്റ്റന്റ്. x into y equal to a constant term എന്ന് കിട്ടി. Now which is an implicit function, x into y equal to root a raised to pi by 2. So we have to differentiate this function with respect to x.
എക്സ് ഇൻറ്റു വൈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പ്രോഡക്റ്റുകൾ അപ്ലൈ ചെയ്യണം. എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സെക്കൻഡ് ടേം y അതുപോലെ ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റന്റ് മാത്രം. സോ ഡെറിവേറ്റീവ് 0. ആൻസറിലേക്ക് എത്തി. Now x into dy by dx is equal to plus y. Right hand side പോകുമ്പോൾ minus y. So dy by dx equal to minus y by x. ഇതല്ലേ നമുക്ക് ഷോർട്ട് എന്ന് പറഞ്ഞത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷേ നമ്മൾ അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ dx by d theta dy by d theta കണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് dy by dx കാണാം. പക്ഷെ അതിന് ടേംസ് തീറ്റ കിട്ടും. പിന്നെ അതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഇതിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്തത്. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വെൻ ദ ഫംഗ്ഷൻ ഇൻ പാരാമെട്രിക് ഫോം, എങ്ങനെ ഡെറിവേറ്റീവ് കാണാം, ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് പാരാമെട്രിക് ഡിഫറൻസിയേഷൻ. സോ പാരാമെട്രിക് ഡിഫറൻസിയേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഷുവർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, യാതൊരു തർക്കവുമില്ല. തീർച്ചയായും നിങ്ങൾക്ക് എഴുതി പഠിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. എല്ലാവിധ ആശംസകളും നേരുന്നു. നെക്സ്റ്റ് ഡേ പുതിയൊരു പോർഷനുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.